പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ സമർപ്പണ തിരുനാളാണ്. തീർച്ചയായും നമ്മൾ ഉള്ളിലിങ്ങനെ നിരന്തരമായി ഈ ദിവസം പാടിക്കൊണ്ട് നടക്കേണ്ട ചില ഈരടികളുണ്ടെന്ന് തോന്നുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കപ്പെടേണ്ട ജീവിതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് സ്വയം സമർപ്പണം എന്നുള്ളതിനേക്കാൾ പരിശുദ്ധ മാതാവ് തീരെ ചെറുപ്പമായിരുന്ന കാലത്ത് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കള് ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന് കാഴ്ചവെച്ചൊരു കുഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമായി വളർന്നു വരുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ കാഴ്ചയിൽ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണും. ഇത് മാതാപിതാക്കൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരു ദിവസം കുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിക്കാനായി നേരം കിട്ടാത്ത മാതാപിതാക്കൾ ഇനി അവൻ കർത്താവിൻ്റെതായി ജീവിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടാവും. ദിവസത്തിലൊരു തവണ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ സമയമില്ലയോ? ഇത്രയും റിസ്ക് എടുത്തതല്ലേ, ലൈഫ് പോലും കൊടുത്തിട്ടല്ലേ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്തത്? എത്ര കാലം കാത്തിരുന്നതാ, എത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയതാ. എന്നിട്ട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കാൻ നിരന്തരം ഈ സമർപ്പണം ഒന്ന് റിന്യൂ ചെയ്യാൻ, ഒന്ന് പുതുക്കാൻ നേരമില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതല്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, മാതാപിതാക്കൾ സമർപ്പിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളാണ്. കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മാതാവ് തന്നെ സ്വയം പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ നീയോ കുഞ്ഞ് അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാൻ എന്ന ആ കുഞ്ഞിനെ കർത്താവിൻ്റെ പാദത്തിങ്കിലേക്ക് സഖറിയ സമർപ്പിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ വഴിയൊരുക്കാൻ വന്നവനാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ സത്യമല്ല സത്യത്തിന് വഴിയൊരുക്കാൻ വന്നവൻ മാത്രമാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ അവൻ്റെ ജീവിതം മുഴുവനായിട്ട് സമർപ്പിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും കൂടെ അവസാനം ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് വിളിച്ചു പറയുന്നുണ്ട്, ഈ കുഞ്ഞ് തന്നെ വിളിച്ചു പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിൻ്റെ ഇഷ്ടം. അതേ ആള് കുരിശിൽ കിടന്നുകൊണ്ട് അത് ആവർത്തിക്കുന്നുണ്ട്, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കാണും. മാതാപിതാക്കള് ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ടാണെന്നേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു സമർപ്പണം നടത്താത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയാണ് അടുത്ത വരികൾ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണ തിരുനാളിൽ നമ്മയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെ സമർപ്പിച്ച മാതാപിതാക്കൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരിക്കൽ കൂടെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഒപ്പം തന്നെ നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാടേണ്ട ഈരടികളാണ്. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ സമർപ്പണ തിരുനാളിൽ ഇനിയും അത് ഏറ്റുപറയാനായിട്ടുള്ള ആർജവത്വമുള്ളൊരു തലമുറയിലെ മക്കളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് നമ്മളെയും മക്കളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ നിൻ്റേതായി മാറ്റണമേ എന്നുള്ള വലിയ ഒരു അപേക്ഷ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്നത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിന്റെ സ്വന്തമാക്കി തീർക്കാൻ മനസ്സാകണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ദിനം എന്നെ തന്നെ അങ്ങയുടെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് മുഴുവനായി സമർപ്പിക്കുകയാണ് തമ്പുരാനെ. കർത്താവെ, ജീവിക്കുന്നെങ്കിലും മരിച്ചു പോകാനാണെങ്കിലും ഞാനടക്കം ഞങ്ങളെല്ലാവരും, കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം നമുക്കിങ്ങനെ സ്വപ്നം കാണാൻ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യം. എങ്കിലും കർത്താവെ, മരണമാണെങ്കിൽ പോലും അങ്ങേക്കുള്ളവരായി തീരാൻ ഈശോയെ മുഴുവനായി ഞങ്ങളെ എല്ലാവരെയും അങ്ങിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കുറക്കത്തിലേക്ക് പോവാം. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.